നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. നിയമം കൊണ്ടുവരാൻ സർക്കാർ. അയർലൻഡിൽ സ്ക്രാംബ്ലർ ബൈക്കുകൾ നിരോധിക്കാനുള്ള ആലോചനയുമായി സർക്കാർ. ഡാർട്ട് സർവീസുകൾ തടസ്സപ്പെട്ടു. ശക്തമായ മഴയെ തുടർന്ന് അയർലൻഡിൽ ഡാർട്ട് സർവീസുകൾ തടസ്സപ്പെട്ടു. ഇറക്കുമതി നിർത്തിവെച്ച് ചൈന. അയർലൻഡിൽ നിന്നുള്ള ബീഫ് ഇറക്കുമതിക്ക് താൽക്കാലിക വിലക്കേർപ്പെടുത്തി ചൈന. ബ്ലൂടങ് ബാധയുടെ പശ്ചാത്തലത്തിലാണ് നടപടി. 5 ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഐറിഷ് ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കും. ഇത് സംബന്ധിച്ച് ഡ്രൈവർമാർക്ക് അധികൃതർ നിർദ്ദേശം നൽകി. വീണ്ടും പിരിച്ചുവിടൽ പ്രഖ്യാപിച്ച് ഇ-കൊമേഴ്സ് ഭീമനായ ആമസോൺ. തീരുമാനം അയർലൻഡിലെ ജീവനക്കാരെയും ബാധിക്കും. ഹെൽത്ത് ഇൻഷുറൻസ് നിരക്കുകൾ വർദ്ധിപ്പിച്ച് VHI ഹെൽത്ത്. മാർച്ച് 1 മുതൽ പുതിയ പ്രീമിയങ്ങൾ നിലവിൽ വരും. കൗണ്ടി ടൈറോണിൽ കാർ കടയിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ ഒരു മരണം. 71 വയസ്സുകാരനാണ് മരിച്ചത്. കുഞ്ഞിന് പരിക്ക്. കൗണ്ടി കിൽക്കിന്നിയിൽ കുഞ്ഞിനെ നായ ആക്രമിച്ചു. സാരമായി പരിക്കേറ്റ ആൺകുഞ്ഞ് ക്രെംലിനിലെ ചിൽഡ്രൻസ് ഹെൽത്ത് അയർലൻഡിൽ ചികിത്സയിലാണ്. പ്രവേശനം കുറഞ്ഞു. അയർലൻഡിലെ പ്രൈമറി സ്കൂളുകളിൽ പ്രവേശനം കുറഞ്ഞു. കഴിഞ്ഞ വർഷം ഏകദേശം 6500 ആയാണ് പ്രവേശനം കുറഞ്ഞത്. പ്രതിഷേധിച്ച് അഭയാർത്ഥികൾ. നാടുകടത്തൽ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അയർലൻഡിൽ പ്രതിഷേധവുമായി അഭയാർത്ഥികൾ. വിമാനം തകർന്നു വീണു. കൊളംബിയൻ വിമാനം തകർന്നു വീണ് 15 പേർക്ക് ദാരുണാന്ത്യം. വെനസ്വേല അതിർത്തിക്ക് സമീപമാണ് വിമാനം തകർന്നു വീണത്. അമേരിക്കൻ സൈബർ സുരക്ഷാ ഏജൻസിയായ സിസയുടെ ഔദ്യോഗിക രേഖകൾ ChatGPTയിൽ അപ്ലോഡ് ചെയ്തു. താൽക്കാലിക മേധാവി മധു ഗോട്ടുമുക്കല്ല വിവാദത്തിൽ. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP നേതാവുമായ അജിത് പവാറിന്റെ മരണത്തിന് കാരണമായ അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തു. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമായും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്തി ശശി തരൂർ. മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിക്ക് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിന് അയോഗ്യതയില്ലെന്ന് സുപ്രീം കോടതി. മൂന്നാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് ഇന്ന് അവതരിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പദ്ധതികളെന്ന് ആരോപണം. വലിയ പിഴവെന്ന് ഗാവസ്കർ. സഞ്ജു സാംസണെ കുറ്റപ്പെടുത്തി മുൻ ഇന്ത്യൻ താരം സുനിൽ ഗാവസ്കർ. വിശാഖപട്ടണത്ത് നടന്ന മത്സരത്തിൽ സഞ്ജു പുറത്താകാൻ കാരണം ഫുഡ് വർക്ക് ഇല്ലാതിരുന്നതാണെന്നും ഗാവസ്കർ. തഴയുന്നതിനെ കുറിച്ച് സർഫറാസ്. ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ നിന്ന് തഴയുന്നതിനെ കുറിച്ച് സർഫറാസ് ഖാൻ. കഴിഞ്ഞുപോയതിനെ നിയന്ത്രിക്കാൻ തനിക്കാകില്ലെന്നും മുന്നിലുള്ള മത്സരങ്ങളിൽ മാത്രമാണ് ശ്രദ്ധയെന്നും സർഫറാസ്. മഴയ്ക്ക് ശമനം. സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനമെന്ന് കാലാവസ്ഥാ വകുപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴ ലഭിച്ചിരുന്നെങ്കിലും ഇനി മലയാളികളെ കാത്തിരിക്കുന്നത് വേനൽ ചൂടാണ്. മഴ തുടരും. അയർലൻഡിൽ അതിശക്തമായ മഴ തുടരും. വിവിധ കൗണ്ടികളിൽ യെല്ലോ വാർണിംഗ് പുറപ്പെടുവിച്ചു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.